ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷെയർ ചെയ്യേണ്ട പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇനി മുതൽ ചെറിയൊരു ചേഞ്ച് വരുത്താൻ പോവാണ്. നമ്മൾ ഇനി ഫസ്റ്റ് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിൻ്റെ ലെവൽസ് ചർച്ച ചെയ്തതിന് ശേഷമാണ് നമ്മൾ സ്റ്റോക്കിലേക്ക് പോവുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഫെബ്രുവരി 19 സ്റ്റോക്കാണ് നോക്കുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ നിഫ്റ്റി ബാങ്കിലേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ നമുക്ക് നിഫ്റ്റിയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഇന്നലെ പറഞ്ഞ ലെവൽസ് ആയിരുന്നു. ഈ ഒരു ലെവലിന് താഴത്തേക്ക് ഒരു ബിയറിഷ്നെസ് പറഞ്ഞായിരുന്നു. അത് ഏകദേശം അതുപോലെ വർക്കായിട്ടുണ്ട്. ഓക്കെ, നമ്മൾ വരച്ച സപ്പോർട്ട് റീജിയനിൽ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, അതിന് ശേഷം അത് ബ്രേക്ക് ചെയ്യാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് അവിടെ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും ഇനി അടുത്ത ദിവസത്തേക്കുള്ള ലെവൽസ് സെറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ സൂം ഔട്ട് ചെയ്യും, എന്നിട്ട് നല്ല സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് പോയിന്റ്സ് തപ്പും. അപ്പോൾ ഈ ദിവസത്തെ ലോ എന്തായാലും നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിന് എഫക്റ്റ് ചെയ്യും. കാരണം അത് നല്ലൊരു സപ്പോർട്ടായിട്ട് ഇവിടെ ആക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്ത് അതിനൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഭാഗത്തും. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടും ഈ ഒരു ഭാഗം നാളെ ഇതിന് ഡിപ്പെൻഡ് ചെയ്യും. കാരണം ഇതിലേക്ക് താഴേക്ക് വരികയാണെങ്കിൽ ഒരു ഡൗൺവാർഡ് മൊമെന്റത്തിന് ചാൻസ് ഉണ്ട്, ഒരു മൊമെന്റ് കിട്ടും. അത് ഏത് ലെവൽ വരെ പോവും? ഈ ഒരു ലെവൽ വരെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അടുത്ത റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് സോൺ ആണ് ഈ ഒരു റീജിയൻ. അപ്പോൾ ഈ ഒരു ലെവൽ വരെയൊക്കെ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഓക്കെ, ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അത് ഏകദേശം 15,500 15,000 ലെവൽ വരെ. ഓക്കെ, ഇനി മുകളിലേക്ക് ഒരു നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ലെവലിന് മുകളിലേക്ക്, ഈ ഒരു സ്വിങ്ങിന് മുകളിലേക്ക് നമുക്ക് ഒരു നല്ലൊരു റെസിസ്റ്റൻസ് അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ബാക്കിയെല്ലാം സെയിം ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ലെവലിന് മുകളിലേക്കും ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. ഓക്കെ, ഈ ഒരു ലെവൽ ക്രോസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ലെവൽ വരെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇതിനെയും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മൊമെന്റം നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് കണ്ടിട്ട് ഒരു ചാനലിലാണെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, ഇതൊരു ചാനലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ബട്ട് നേരെ ചാനലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ചാനൽ ബ്രേക്ക് ഔട്ടും കാര്യങ്ങളൊക്കെ കണക്കിലെടുത്തിട്ട് ഇതിന് മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ ട്രേഡ് എടുക്കാം. ഓക്കെ, അടുത്തത് ബാങ്ക് നിഫ്റ്റിയാണ്. ഇതും ബാങ്ക് നിഫ്റ്റി ഇന്നലെ പറഞ്ഞ റീജിയൻ, അതിന് താഴത്തേക്ക് ഒരു ബിയറിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ലെവൽ സെറ്റ് ചെയ്യാണ്. നമുക്ക് ഈ ഒരു റീജിയൻ എടുത്ത് കളയാം. ഓക്കെ, ഈ ഒരു റീജിയൻ ആയിരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ ചാൻസ്. ഇതൊരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഇത് അതിൻ്റെ ഒരു റെസിസ്റ്റൻസ് റീജിയൻ ആണ് ഈ റീജിയൻ. ഓക്കെ, അപ്പോൾ നാളെ ഇത് വേണ്ട, ഈ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ഫോളിന് ചാൻസ് ഉണ്ട്. ഫോള് വരികയാണെങ്കിൽ അടുത്ത മെയിൻ സപ്പോർട്ട്സ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഓണായിട്ട് ആക്ട് ചെയ്യുന്ന ഏരിയ ഇതാണ്. അപ്പോൾ ഈ ഒരു ലെവൽ വരെയൊക്കെ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്, 36,000 റേഞ്ച് വരെ. ഓക്കെ, നമ്മൾ ഈ ഒരു വെച്ചിരിക്കുന്ന ലെവലിന് മുകളിലേക്ക് നമുക്ക് നാളത്തേക്ക് നോക്കിയാൽ മതി. ഈ ഒരു ലെവലിന് മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ഫോളിന് ചാൻസ് ഉണ്ടെന്നും, ഈ ഒരു ലെവൽ 36,700 എന്നുള്ള ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു അപ്വാർഡ് മൊമെന്റത്തിന് ചാൻസ് ഉണ്ടെന്നും പറയാണ്. ഓക്കെ, ഇതും നമുക്ക് ഓക്കെ, ഇതും ഒരു ചാനൽ പോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നാളെ ഈ ഒരു സൈഡ് വരെ എത്താനുള്ള ഒരു ചാൻസ് ഉണ്ട് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, നമ്മൾ സ്റ്റോക്കിലേക്ക് പോവാണ്. ഫസ്റ്റ് തന്നെ ജിൻഡാൽ സ്റ്റീലാണ്. ജിൻഡാൽ സ്റ്റീൽ നമ്മളെ പ്രൈസ് ആക്ഷൻ മൂവ്മെന്റ് ആണ്. ഇതൊരു റെസിസ്റ്റൻസ് സോൺ ആയിരുന്നു, ഇത് ബ്രേക്ക് ഔട്ട് തന്നു, അതിനുശേഷം നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ തന്നു, ഒരു ചെറിയ റിവേഴ്സിൽ. പിന്നെ എന്തായാലും ഇതിന്റെ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു അപ്വാർഡ് മൊമെന്റത്തിന് ചാൻസ് ഉണ്ട്. ഇന്ത്യ ബ്ലൂ ഹൗസിംഗ് ഫിനാൻസ് ആണ്. ഈ ഒരു റീജിയൻ സപ്പോർട്ട് റീജിയൻ ആയിരുന്നു. ഓക്കെ, ഈ റീജിയൻ ബ്രേക്ക് ചെയ്തു, നല്ലൊരു മൊമെന്റ് തന്നു. വീണ്ടും ആ ഒരു ഭാഗത്ത് നിന്ന് റെസിസ്റ്റൻസ് സപ്പോർട്ട് എടുക്കാൻ നോക്കി, വീണ്ടും അതിനെ ബ്രേക്ക് ചെയ്ത് ഫോളോ വന്നു.
വീണ്ടും ഈ ഒരു റീജിയനെ ബ്രേക്ക് ചെയ്തു, നല്ലൊരു മൊമെന്റം തന്നു, വീണ്ടും ഇവിടുന്ന് ഒരു സപ്പോർട്ട് എടുക്കുന്ന പോലെ ആക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, വിത്ത് വോളിയാണ് ഇവിടുന്ന് റിജക്ഷൻ വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നാളെ ഈ ഒരു അപ്വാർഡ് മൂവ്മെന്റ് കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഈ ഒരു ലെവലൊക്കെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ലെവൽ വരെയൊക്കെ എത്താനുള്ള ഒരു ചാൻസ് ഉണ്ട്. HDFC ബാങ്ക് ഈ ഒരു ലെവല് നല്ലൊരു സപ്പോർട്ട് റീജിയൻ ആണ്. ഓക്കെ, അപ്പോൾ മുകളിലേക്ക് പോകുന്നു, താഴത്തേക്ക് വരുന്നു. ഓക്കെ, ഒരു ഡബിൾ ടോപ്പ് പാറ്റേൺ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നാളെ ഈ ഒരു ലെവൽ ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഫോള് പ്രതീക്ഷിക്കാം. ടെക്കം കുറച്ച് സൈറ്റ് ഈ ഒരു റീജിയനിൽ കുറെ വന്ന് തട്ടുന്നുണ്ട്. ഓക്കെ, അതായത് ഒരു 1000 റീജിയൻ ആണ്. അതിൽ നിന്ന് ഇവിടെ ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു മൊമെന്റം നാളെ കണ്ടിന്യൂ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇതൊരു നോക്കിക്കഴിഞ്ഞാൽ ഒരു അസെൻഡിങ് ട്രയാങ്കിൾ ആണ്. ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. അപ്പൊ നാളെ ഒരു അപ്വാർഡ് മൊമെന്റത്തിന് ചാൻസ് ഉണ്ട്. LIC ഹൗസിംഗ് ഫിനാൻസ് ആണ്. ഇത് മുകളിലേക്ക് പോകുന്നു, റീട്രേസ്മെന്റ് വീണ്ടും അപ്വാർഡ്. അപ്പൊ നാളെ ഈ ഒരു ക്യാൻഡിലിന്റെ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു അപ്വാർഡ് മൊമെന്റം പ്രതീക്ഷിക്കാം. അപ്പൊ ഇതിന്റെ ലെവൽസ് ഒക്കെ നമുക്ക് പറയാം. ജിൻഡാൽ സ്റ്റേല് 333 രൂപയ്ക്ക് മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. 320 രൂപയ്ക്ക് താഴേക്ക് ഒരു ബിയറിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. ഇതിന് വേണ്ടി ഇന്റർമീഡിയറ്റ് ആയിട്ട് വരുന്ന ഒരു സപ്പോർട്ട് സോൺ ആണ്. അപ്പൊ നാളെ ഈ ഒരു റീജിയനിൽ നല്ല ഒരു 15 മിനിറ്റ്സ് ബുള്ളിഷ് ക്യാൻഡിൽ ഉണ്ടാവുകയാണെങ്കിൽ അടുത്ത ക്യാൻഡിലിന്റെ ലോയില് നിങ്ങൾക്ക് ഒരു ബൈ എൻട്രിക്ക് പരിഗണിക്കാവുന്നതാണ്. ഓക്കെ, അടുത്തത് ഐബുൾ ആണ്, ഇന്ത്യ ബുൾ ഹൗസിംഗ് ഫിനാൻസ്. ഈ ഒരു റീജിയൻ നല്ലൊരു റെസിസ്റ്റൻസ് സോൺ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു റീജിയൺ നാളെ ക്രോസ് ചെയ്തതിന് ശേഷം ഈ ഒരു ലെവലും കൂടി ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല അപ്വാർഡ് മൊമെന്റത്തിന് ചാൻസ് ഉണ്ട്. പിന്നെ ഇതും അതിന്റെ ഇന്റർമീഡിയറ്റ് ആയിട്ട് വരുന്ന ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോൺ ആണ്. ഓക്കെ, അപ്പോൾ ഈ ലെവലിൽ നാളെ വന്നതിന് ശേഷം നല്ലൊരു 15 മിനിറ്റ്സ് ബുള്ളിഷ് ക്യാൻഡിൽ തരികയാണെങ്കിൽ നമുക്ക് അടുത്ത ക്യാൻഡിൽസിന്റെ ലോവർ പൊസിഷനിൽ നിന്ന് ഒരു എൻട്രിക്ക് പരിഗണിക്കാം. അടുത്തത് HDFC ബാങ്ക് ആണ്. HDFC ബാങ്ക് ഇവിടെ ഉണ്ടോ ഒരു സപ്പോർട്ട് എടുത്തിരിക്കുന്ന പോലെയാണ്. ഇത് 15 മിനിറ്റ്സ് ക്യാൻഡിലാണ്. ഓക്കെ, കണ്ടോ, ഫോളോ ചെയ്തു, ഇവിടുന്ന് ഒരു സപ്പോർട്ട് എടുത്തുകൊണ്ട് മുകളിലേക്ക് പോയി, വീണ്ടും വന്ന് വീണ്ടും സപ്പോർട്ട് എടുത്ത് മുകളിലേക്കാണ് പോകുന്നത്. ഇവിടെ W പാറ്റേൺ ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഈ സപ്പോർട്ട് എടുത്തിരിക്കുന്ന റീജിയൻ നല്ലൊരു സപ്പോർട്ട് സോൺ ആണ്. ഇവിടെ 2-3 പ്രാവശ്യം വന്ന് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ നല്ലൊരു അപ്വാർഡ് മൂവ്മെന്റത്തിന് ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കുറച്ച് റിസ്കി ട്രേഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിന് മുകളിലേക്ക് നമുക്കൊരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. അല്ലാത്ത പക്ഷം നമുക്ക് ഈ ഒരു സ്വിങ് ബ്രേക്ക് ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു കൺഫർമേഷൻ കിട്ടും. ഓക്കെ, ഇനി ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് എന്തായാലും നല്ലൊരു ഫോളിനായിരിക്കും ചാൻസ്. അടുത്തത് ടെക്കം ആണ്. ടെക്കമ്മിനെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ ഒരു ലെവലിൽ നല്ലൊരു റെസിസ്റ്റൻസ് സോൺ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. കാരണം 1, 2, 3, 4, 5, 6, 7ാമത്തെ പ്രാവശ്യമാണ് ഇത് ബ്രേക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ഇവിടെ നല്ല രീതിയിലുള്ള അക്യുമുലേഷൻ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു മൊമെന്റം നാളെയും കണ്ടിന്യൂ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചെറിയൊരു റെസിസ്റ്റൻസ് സോൺ വരുന്നത് 1017 രൂപയാണ്. അപ്പൊ അതിന് മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. പിന്നെ ഇതിപ്പോ നല്ലൊരു റെസിസ്റ്റൻസ് സോൺ ആണെന്ന് മനസ്സിലായി. അപ്പൊ നാളെ ഈ ഒരു ലെവലിന് സപ്പോർട്ട് എടുത്തില്ല എന്ന് കാണുകയാണെങ്കിൽ എന്തായാലും നല്ലൊരു ഫോളിന് ചാൻസ് ഉണ്ട്. ഇപ്പൊ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സെൽ എൻട്രിക്ക് പരിഗണിക്കാം. അടുത്തത് LIC ഹൗസിംഗ് ഫിനാൻസ് ആണ്. ഇതും ഇങ്ങനെ ഒരു ചാനലിലാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നാളെ ഈ ഒരു 457 എന്നുള്ള രൂപയ്ക്ക് മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. 463 രൂപയ്ക്ക് താഴേക്ക് ഒരു ബിയറിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഇന്റർമീഡിയറ്റ് ലെവൽ ഇതിന്റെ ഒരു റെസിസ്റ്റൻസ് സോൺ ആണ്. ഓക്കെ, അപ്പോൾ നാളെ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് റിസ്കി ട്രേഡേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു സെൽ എൻട്രിക്ക് പരിഗണിക്കാം. അല്ലാത്ത പക്ഷം ഇവിടെ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ 15 മിനിറ്റ്സ് ബുള്ളിഷ് ക്യാൻഡിൽ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് അതൊരു ബൈ എൻട്രിക്കും പരിഗണിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രൈസ് ലെവൽസ് എല്ലാം എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടേതായ സ്ട്രാറ്റജി കൂടി പരിഗണിച്ച് മാത്രം ട്രേഡ്സ് എടുക്കുക. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ലാഭകരമായ ദിവസം നേർന്നുകൊണ്ട് വിട പറയുകയാണ് നിങ്ങളുടെ സ്വന്തം അരുൺ ജി.